ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൽ കണ്ടിന്യൂഷൻ ടോപ്പിക്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ അതോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ മാത്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അതായത് തന്നെ പറയാം. സോ നിങ്ങൾക്കത് ഈസിലി നമ്മൾ പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിലി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കാര്യങ്ങൾ നോക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, നമ്മൾ ടി ഡൊമൈനിൽ നിന്ന് എസ് ഡൊമൈനിലേക്ക് മാറ്റുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ ചർച്ച ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഫോർമുലാസാണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ രണ്ട് ഡൊമൈനാണുള്ളത്. ടി ഡൊമൈനും ഉണ്ടാവും, സിമിലർലി എസ് ഡൊമൈനും ഉണ്ടാവും. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് ഓരോന്നും അനലൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് ടിയിലാണ് ഉണ്ടാവുക, നമ്മളതിനെ എഫ് ഓഫ് എസ് ഡൊമൈനിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് യൂണിറ്റ് ഇമ്പൾസ് എന്നുള്ള സാധനമാണ്. അപ്പോൾ യൂണിറ്റ് ഇമ്പൾസ് നമുക്കറിയാം ഡോ ഓഫ് ടി ആണ്. അത് എഫ് ഓഫ് എസിലേക്ക് വരുമ്പോൾ 1 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂണിറ്റ് സ്റ്റെപ്പാണ്. യു ഓഫ് ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൻസർ 1/s ആണ്. സിമിലർലി ടി റാമ്പിൽ കാണാമല്ലോ ടി, അതിൻ്റെ ആൻസർ 1/s² ആണ്. ദെൻ നെക്സ്റ്റ് ടി റേസ് ടു n-1 ഡിവൈഡഡ് ബൈ n-1 ഫാക്ടോറിയൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് n എന്ന് പറഞ്ഞാൽ 1 2 3 അങ്ങനെ പോകുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/s⁻n. ഓക്കെ, അതായത് ഇവിടെ n-ന് പകരം ഇപ്പോൾ നിങ്ങൾ 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 1-1 ടി റേസ് ടു 0 1 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ ആൻസർ 1 വരിക. ഓക്കെ, ഇന്ന് വരെ 2 ആണെങ്കിൽ ടി ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ടി തന്നെ വരും. ഓക്കെ, അങ്ങനെ ആ ഒരു അപ്പം ടി ആണെങ്കിൽ എന്താണ് വരിക? 1/s² വരിക. അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇതിന് പ്രകാരം നമ്മളിപ്പം സപ്പോസ് 2 കൊടുക്കുകയെന്ന് വിചാരിക്കും, n-ന് പകരം 2. അപ്പോൾ ടി റേസ് ടു 2-1 ഡിവൈഡ് ബൈ 2-1 ഫാക്ടോറിയൽ എന്ന് വരിക. അതായത് ടി റേസ് ടു 1 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ, അത് 1 തന്നെ ടി. ഓക്കെ, ടി തന്നെയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ 1 കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഈ സമയത്ത് 1 നിങ്ങൾ ഇവിടെ കൊടുക്കുക, ഈ s⁻n. അപ്പോൾ 1/s⁻1 1/s. അപ്പോൾ ടീൻ്റെ ആൻസർ എന്തായിരിക്കും? n-ന് 2 കൊടുക്കുക, അപ്പോൾ 1/s². അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ 1/s² കിട്ടി. സിമിലർലി നിങ്ങൾ 3 കൊടുത്തോ, അപ്പോൾ 3 കൊടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് t² ഡിവൈഡഡ് ബൈ 3-1 2 ഫാക്ടർ എന്ന് വെച്ചാൽ 2 തന്നെ. ഓക്കെ, അപ്പം അത് കൊടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1/s³. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ t²/2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരുന്നില്ലേ, നമ്മൾ പാരാബോളിക്കിലൊക്കെ എഴുതിയിരുന്നില്ലേ. t²/2 ഇൻറ്റു യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണെന്ന് നോക്കിയിട്ട് എഴുതുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1/s³ എന്ന് കിട്ടിയിരുന്നില്ല. അത് തന്നെയാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഫിഫ്ത്ത് വൺ e⁻⁻t. ഓക്കെ, e⁻⁻t എന്ന് -t എന്ന് പറഞ്ഞാൽ 1/s+a ആണ് ആൻസർ. സിമിലർലി t⁻n. ഓക്കെ, t⁻n നമ്മൾ ഈ പറഞ്ഞ പോലെ t⁻2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 1/, അല്ല n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁻n+1. ഓക്കെ, അപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁻n+1 എന്ന് പറയുമ്പോൾ n-ന് പകരം 2 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ n 2 അല്ലേ, 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s³, അതായത് 2/s³ എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പം n-ന് പകരം 3 ആണ് കൊടുക്കുന്നതെങ്കിൽ t³ എസ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 3³ ഡിവൈഡഡ് ബൈ s⁻⁴.
3 ക്യൂബ് അല്ല 3 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ 3 × 2 അപ്പോൾ 6 ഡിവൈഡഡ് ബൈ s⁴ ആണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ഈ ടേബിൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനിയുണ്ട് ഇതുപോലെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇവിടെ നമ്മൾ f(t)യും f(s)ഉം തന്നെയാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ 6 ഫോർമുലാസ് കഴിഞ്ഞു, 6 ഫോർമുലാസ് കഴിഞ്ഞു. ദെൻ നമ്മുടെ 7th വൺ എന്ന് പറയുന്നത് t × e⁻⁻at. ഓക്കെ, ടിയും വരും e⁻⁻atയും വരും. അപ്പോൾ യുവർ ആൻസർ ബി 1 + s + a the whole square എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. സിമിലർലി 8th വൺ t⁻n × e⁻⁻at ആണെങ്കിൽ വേറെ n 1 2 3 ആണെങ്കിൽ യുവർ ആൻസർ വിൽ ബി n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s + a ഹോൾ റേസ് ടു n + 1. ഓക്കെ, ഇതിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. കാരണം ഇതിന് ഈ t⁻n × e⁻⁻atക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 വരുമ്പോൾ ഇറ്റ് വിൽ ബി 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s + a ഹോൾ റേസ് സ്ക്വയർ എന്നല്ലേ വരിക. അതാണ് സംഭവം. അങ്ങനെയാണ് 1/s + a ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയത് n-ന് 1 കൊടുക്കുമ്പോൾ. ഓക്കെ, n-ന് 2 കൊടുത്താൽ അതിൻ്റേതായ മാറ്റം വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. നെക്സ്റ്റ് sin ωt എന്ന് പറഞ്ഞാൽ എന്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമേഗ ഡിവൈഡഡ് ബൈ s² + ഒമേഗ. ചില സ്ഥലത്ത് നിങ്ങളിത് sin 80 എന്നും കാണും. അതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതിന് അപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ a ഡിവൈഡഡ് ബൈ s² + a². ഓക്കെ, രണ്ടായാലും കറക്റ്റാണ്. നമ്മളിവിടെ ഒമേഗ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സിമിലർലി cos ωt എന്ന് പറഞ്ഞാൽ s ഡിവൈഡഡ് ബൈ s² + ഒമേഗ². ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, കുറച്ച് 2-3 കൂടി ഉണ്ട്. Next one is 11th one sin h⁻t. ഓക്കെ, sin h⁻t എന്ന് പറഞ്ഞാൽ ഒമേഗ ഡിവൈഡഡ് ബൈ s² - ഒമേഗ². നെക്സ്റ്റ് cos h⁻t എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി s ഡിവൈഡഡ് ബൈ s² - ഒമേഗ² ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് e⁻⁻at × sin ωt എന്നുള്ളതിൻ്റെ ആൻസർ ഒമേഗ ഡിവൈഡഡ് ബൈ s + a the whole square + ഒമേഗ². സിമിലർലി e⁻⁻at × cos ωt എന്നുള്ളതിൻ്റെ ആൻസർ s + a ഡിവൈഡഡ് ബൈ s + a the whole square + ഒമേഗ². ഓക്കെ, അപ്പോൾ ഇത്രയും പെയർ ഓഫ് സാധനങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇത് ബൈ ഹാർട്ട് പഠിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് ചിലത് നോക്കുക, അല്ലാത്തത് ബൈ ഹാർട്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫോർമുലാസിലൊക്കെ ഇത് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, സിമിലർലി ആ ഇനീഷ്യൽ വാല്യൂ തിയറും ഫൈനൽ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ആ കാര്യങ്ങൾ ഓർക്കണം. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി അത് എഴുതാം. അതൊക്കെ ഒരു ബേസിക്സ് ആണ്. ഇനീഷ്യൽ വാല്യൂ തിയർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് t → 0 f(t) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലിമിറ്റ് s → ∞ s × f(s). ഓക്കെ, സീലാണ് നേരത്തെ പറഞ്ഞത്. അതിപ്പോൾ f(t) ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കാനുള്ള ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ നമ്മൾ കൊടുക്കുകയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ t → 0 കിട്ടുന്നത് ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ ഇൻഫിനിറ്റി വാല്യൂ ആയിരിക്കും. ഓക്കെ, സിമിലർലി ഫൈനൽ വാല്യൂ തിയറം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലിമിറ്റ് എന്തായിരിക്കും, ഫൈനൽ വാല്യൂ കൊടുക്കണം. അപ്പോൾ t → ∞ f(t) വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് s → 0 s × f(s). ഓക്കെ, ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരലലി വരുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം നോട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ഇനീഷ്യൽ വാല്യൂ തിയറം ഫൈനൽ വാല്യൂ തിയറമാണ് അത് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ബാക്ക് ടു അവർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുലകളും അതുപോലെ തന്നെ
നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓർത്ത് വയ്ക്കുക ആവശ്യമുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ ടൈം റെസ്പോൺസ് അനാലിസിസിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് നമ്മൾക്ക് ഈ പ്രോബ്ലംസ് ചെയ്തു വരുമ്പോൾ കുറച്ച് പാർഷ്യൽ ഫ്രാക്ഷനും അതുപോലെ തന്നെ മാത്സാണ് ഞാനിന്ന് കുറച്ചുകൂടി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അനാലിസിസ് നമ്മൾ നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ കുറച്ച് മാത്സ് കുറച്ച് നമുക്ക് അറിയണം, കാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കാനുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പം അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് എന്താണ് ഒരു സിസ്റ്റത്തിൻ്റെ ഓർഡർ എന്ന് പഠിക്കാം. ഓക്കെ, ഓർഡർ ഓഫ് എ സിസ്റ്റം എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഓർഡർ സിസ്റ്റത്തിൻ്റെ ഓർഡർ എന്ന് തരുന്നത് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാതും പറയുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ആണ്. അപ്പം നമ്മുടെ nth ഓർഡർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇറ്റ് വിൽ ബി nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ nth ഓർഡർ സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, അപ്പം നമ്മൾ മെയിൻലി എല്ലാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വേറെ തരത്തിൽ എഴുതാം. k ഇൻറ്റു പി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എസ് എന്നുള്ള തരത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ k എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, p എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂമറേറ്ററിൽ ഉണ്ടാകുന്ന പോളിനോമിയലാണ്. ഓക്കെ, അപ്പോൾ അതിന് ന്യൂമറേറ്റർ പോളിനോമിയൽ എന്നും സിമിലർലി നമ്മുടെ ക്യൂ ഓഫ് എസ് എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൽ ഉണ്ടാകുന്ന പോളിനോമിയൽ, സോ ഡിനോമിനേറ്റർ പോളിനോമിയൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഓർഡർ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് ഡിനോമിനേറ്ററിലെ പോളിനോമിയൽ, അതായത് ക്യൂ ഓഫ് എസ് ഡിനോമിനേറ്റർ പോളിനോമിയലെ മാക്സിമം പവർ ഓഫ് എസ്. ഓക്കെ, എസിൻ്റെ മാക്സിമം പവറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അതെങ്ങനെ വരികയെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യൂ ഓഫ് എസ് ഈക്വൽ ടു A0 S⁻n പ്ലസ് A1 S⁻n-1 പ്ലസ് A2 S⁻n-2 പ്ലസ് ഇങ്ങനെ അപ് ടു an-1 എസ് പ്ലസ് A⁻n എന്നാണല്ലോ പോളിനോമിയലിൻ്റെ ഉണ്ടാവുക. അപ്പോൾ അതിൽ ഈ എന്തിനെ റെപ്രസെൻറ്റ് വെച്ചാൽ എന്നാണ് ഈ ഓർഡറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡിനോമിനേറ്ററിൽ പോളിനോമിയലാണ് കൺസിഡർ ചെയ്യുക എന്നുള്ള കാര്യം ആദ്യം ആലോചിക്കുക. സിമിലർലി എന്നാണ് ഓർഡറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ തന്നെയാണെങ്കിൽ ഈ ഓർഡർ തന്നെയാണ് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ എത്ര പോൾസ് ഉണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പോൾസ്, സീറോസ് എന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, പോൾസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഓർഡർ തന്നെയാണ്. ഓക്കെ, അപ്പം ഓർഡർ എന്ത് തരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിലെ നമ്പർ ഓഫ് പോൾസിനെ തരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, അപ്പം ഈ n എന്ന് പറഞ്ഞ ഓർഡർ എന്ന് പറഞ്ഞു. ഇഫ് നമ്മുടെ n 0 ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിന് എന്ത് വിളിക്കും? 0 ഓർഡർ സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, ഇനി n 1 ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിന് എന്ത് വിളിക്കും? വിൽ ബി കോളിങ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എന്ന് വിളിക്കും. ഇനി അതിന് പകരം n 2 ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിന് എന്ത് വിളിക്കും? സെക്കൻഡ് ഓർഡർ സിസ്റ്റം എന്ന് വിളിക്കും. അങ്ങനെ പോവും. ഓക്കെ, n 3 4 അങ്ങനെ പോവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ഇനി അടുത്തൊരു, ഇപ്പോൾ ഓർഡർ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ടൈപ്പ് എന്താണെന്നൊക്കെ പിന്നെ പറയും. ഇപ്പോൾ ഓർഡർ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നമ്മുടെ മാത്സ് തന്നെ കുറച്ച് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് വരും. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ എത്തും. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ഈ കൺവേർഷനിലൊക്കെ കുറേ ടൈപ്പ് ഫ്രാക്ഷനുകൾ എല്ലാം പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ വരും. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ മെയിൻലി 3 തരത്തിലാണ് വരുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് ദ ഫങ്ഷൻ വിത്ത് സെപ്പറേറ്റ് പോൾസ്. ഓക്കെ, സെപ്പറേറ്റ് പോൾസ് ആയിട്ടുള്ള ഫങ്ഷനും. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻ വിത്ത് മൾട്ടിപ്പിൾ പോൾസ്. ഓക്കെ, മൾട്ടിപ്പിൾ പോൾസ് വരും. ദെൻ തേർഡ് വൺ, ഫങ്ഷൻ വിത്ത് കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ് ആയിട്ട് വരും. ഓക്കെ, കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഇതും നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം, അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് പോൾസ്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് പോൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം അനലൈസ് ചെയ്യുന്നത്. അടുത്ത് പിന്നെ രണ്ടാമത്തെ കേസ്, പിന്നെ തേർഡ് കേസ്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇഫ് യുവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ലുക്കിംഗ് ലൈക്ക് നമ്മുടെ ടി ഓഫ് എസ് എന്ന് എഴുതുന്നു. സോ ടി ഓഫ് എസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് പി വൺ ഇൻറ്റു എസ് പ്ലസ് പി ടു. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നതെങ്കിൽ നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടി യു ഹാവ് ടു റൈറ്റ് ടി ഓഫ് എസ് ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് പി വൺ പ്ലസ് സി ബൈ എസ് പ്ലസ് പി ടു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. കാരണം 3 എസ് ടേം ഉണ്ട്, അതുകൊണ്ട് തന്നെ 3 എണ്ണമാക്കി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ എങ്ങനെ ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എ എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ യു വിൽ ബി ഗെറ്റിംഗ് എ ആസ് ടി ഓഫ് എസ് വെൻ ടി ഓഫ് എസ് ഇൻറ്റു എസ് അല്ലേ. എ എന്ന് പറഞ്ഞാൽ ടി ഓഫ് എസ് ഇൻറ്റു എസ് വെൻ എസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം ഇവിടെ എസ്സിന് 0 കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എ കിട്ടുന്നത്. ഓക്കെ, സിമിലർലി ബി എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് പി വൺ വെൻ എസ് ഈക്വൽ ടു ഏത്, നമ്മളിത് എങ്ങനെ പോൾസ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ എസ് പ്ലസ് പി വൺ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ സപ്പോസ് എസ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ എസ് കിട്ടുന്ന എസ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ പോള്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താണ് പോൾ എന്നൊക്കെ കൃത്യമായിട്ട് പറയും. അപ്പം ഇങ്ങനെയാണ് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എസ്സിന് പകരം എന്ത് കൊടുക്കേണ്ടി വരും, മൈനസ് പി വൺ കൊടുക്കേണ്ടി വരും. ക്ലിയർ. സിമിലർലി സി എങ്ങനെ അനലൈസ് ചെയ്യുക വെച്ചാൽ ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് പി ടു വിത്ത് എസ് ഈക്വൽ ടു മൈനസ് എന്ത് വരും, മൈനസ് പി ടു കൊടുക്കുമ്പോഴുള്ള വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ എയും ബിയും സിയും വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇഫ് സപ്പോസ് നമ്മുടെ ടി ഓഫ് എസ് എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്നുള്ളതാണെന്ന് വിചാരിക്കും. നമ്മളിതിനെ പാർഷ്യൽ ഫ്രാക്ഷനിൽ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഓരോ എയും ബിയും സിയും കാണാം. അപ്പോൾ എ നമുക്ക് എങ്ങനെ കിട്ടും, നമ്മൾ പഠിച്ചു ടി ഓഫ് എസ് ഇൻറ്റു എസ് വെൻ എസ് ഈക്വൽ ടു 0 കൊടുക്കണം അല്ലേ. കാരണം അവിടെ നമ്മൾ 0 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ടി ഓഫ് എസ് തന്നെ എഴുതുക. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു ആര് എസ് വെൻ എസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഈ എസ്സും കട്ടായി പോവും. അപ്പോൾ ബാക്കി എന്ത് വരും, 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. അപ്പം എസ്സിന് പകരം 0 കൊടുക്കുക. അപ്പോൾ ആൻസർ എത്ര വരും, 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. സോ ആൻസർ വിൽ ബി 1. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ എത്ര കിട്ടി, 1 കിട്ടി. ഇനി അടുത്ത ബീൻ്റെ വാല്യൂ, ബി എങ്ങനെ കിട്ടും, ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 വിത്ത് എസ് ഈക്വൽ ടു എന്ത് ചെയ്യേണ്ടി വരും, -1. ശരിയല്ല, എന്നാലും മാത്രമേ നമുക്ക് വാല്യൂ കിട്ടുള്ളൂ. സോ ഇറ്റ് വിൽ ബി 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 ചെയ്യുക വിത്ത് എസ് ഈക്വൽ ടു -1. സോ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ എസ് പ്ലസ് 1ഉം ഈ എസ് പ്ലസ് 1 എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 വിത്ത് എസ് ഈക്വൽ ടു -1. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു 1. സോ യുവർ ആൻസർ വിൽ ബി -2. Thus you will be getting B as -2. അപ്പോൾ എയും കിട്ടി, അതുപോലെ ആരെയും കിട്ടി, ബിയും കിട്ടി. ഓക്കെ, നമുക്ക് ആരെയും കണ്ടുപിടിക്കാനുള്ളൂ, സീനെ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. നമുക്ക് സി നോക്കാം. സി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. സോ സി വിൽ ബി ഈക്വൽ ടു ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 2 വിത്ത് എസ് ഈക്വൽ ടു -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇറ്റ് വിൽ ബി 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 വിത്ത് എസ് ഈക്വൽ ടു -2. സോ യുവർ ആൻസർ വിൽ ബി 2 ഡിവൈഡഡ് ബൈ ഇൻറ്റു എസ് പ്ലസ് 2 കൂടി ഉണ്ട്. അപ്പോൾ എസ് പ്ലസ് 2 കട്ടാവും, ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ -2 ഇൻറ്റു -1 അല്ലേ. നമ്മൾ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എത്ര കിട്ടും,
2ഉം 2ഉം കട്ടാവും. യുവർ ആൻസർ വിൽ ബി 1. അങ്ങനെ നമുക്ക് സി ഈക്വൽ ടു എന്തും കിട്ടും, 1 എന്നും കിട്ടും. അപ്പോൾ 3 വാല്യൂകൾ കിട്ടും. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -2, സി ഈക്വൽ ടു 1 അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ യുവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതിൽ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും ഓർക്കുക. 1/s മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 പ്ലസ് 1/s+2 എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. നിങ്ങളത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഈ ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പ്ലിറ്റിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് ഇൻഡിവിജ്വലി നമ്മളെടുത്ത് നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കേസ്, അല്ലെങ്കിൽ നമുക്ക് 2 കേസുകളാണ് വരുന്നത്. ഓക്കെ, അതിൽ കേസ് 2 എന്ന് പറയുന്നത് when your transfer function has multiple poles. ഓക്കെ, മൾട്ടിപ്പിൾ പോൾസ് വരുമ്പോൾ ഉള്ള അവസ്ഥയാണ്. അതായത് രണ്ട് അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ പോൾസ് വരും. അത് നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. അതായത് ടി ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട് വിൽ ബി കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് പി 1 ഇൻറ്റു എസ് പ്ലസ് പി 2 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെ ഹോൾ സ്ക്വയർ വരുന്ന കേസിലാണ് നമ്മൾ മൾട്ടിപ്പിൾ പോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി അഗെയിൻ റൈറ്റ് ചെയ്യണം. എ ബൈ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് പി 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് പി 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് പി 2 എന്ന് എഴുതണം. ഇങ്ങനെ 2 മൾട്ടിപ്പിൾ പോൾ വരുന്ന സ്ക്വയർ വരുന്ന കേസിൽ നമ്മളിതിനെ 2 തരത്തിൽ 2 പ്രാവശ്യം നമ്മൾ എസ് പ്ലസ് പി 2 അല്ലെ, ഇതിനെ നമ്മൾ എസ് പ്ലസ് പി 2 ഹോൾ സ്ക്വയറിനും പിന്നെ ഒന്നും കൂടി എസ് പ്ലസ് പി 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് അതിൽ ഓർക്കാനുള്ളത്. അപ്പോൾ 4 ടേംസ് കണ്ടുപിടിക്കണം അല്ലേ. ഏതൊക്കെ ടേംസ് ആണ്? നമ്മുടെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടി ഓഫ് എസ് ഇൻറ്റു എസ് വെൻ എസ് ഈക്വൽ ടു 0. ദെൻ ബി എന്തായിരിക്കും, ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് പി 1 വെൻ എസ് ഈക്വൽ ടു മൈനസ് പി 1. ദെൻ സി ഈക്വൽ ടു ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് പി 2 ദ ഹോൾ സ്ക്വയർ വെൻ എസ് ഈക്വൽ ടു മൈനസ് പി 2. ദെൻ ഡി എന്തായിരിക്കും, വിൽ ബി ടി ഓഫ് എസ് ഇൻറ്റു ഡീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡി വിൽ ബി ഡി ബൈ ഡി എസ് ഓഫ് ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് പി 2 ദ ഹോൾ സ്ക്വയർ വെൻ എസ് ഈക്വൽ ടു മൈനസ് പി 2 എന്നുള്ളതാണ് എൻ്റെ ആൻസർ. ഓക്കെ, അപ്പം നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ നമ്മൾ എടുക്കാം. ഇഫ് സപ്പോസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് അതിനെ മാറ്റി എഴുതാം. എങ്ങനെ, എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് 1 പ്ലസ് സി ബൈ എസ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി ബൈ എസ് പ്ലസ് 2 എന്ന് എഴുതാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എ ആണ് കാണേണ്ടതെങ്കിൽ നമ്മളെങ്ങനെ കാണേണ്ടി വരും, ടി ഓഫ് എസ് ഇൻറ്റു എസ് അല്ല, ടി ഓഫ് എസ് ഇൻറ്റു എസ് വെൻ എസ് ഈക്വൽ ടു 0. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ യുവർ ഇക്വേഷൻ വിൽ ബി ഗെറ്റിംഗ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. കാരണം എസ് നമ്മൾ ക്യാൻസൽ ആവും അല്ലേ. എന്നിട്ട് നിങ്ങൾ എസ്സിന് പകരം 0 കൊടുത്താൽ യു വിൽ ബി ഗെറ്റിംഗ് 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 സ്ക്വയർ. ആൻസർ വിൽ ബി 0.5. ഓക്കെ, ഇനി ഇതുപോലെ ബി കിട്ടുന്നത് എത്രയായിരിക്കും, ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 വിത്ത് എസ് ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പം യു വിൽ ബി ഗെറ്റിംഗ് 2 ഡിവൈഡഡ് ബൈ -1 സബ്സ്റ്റിറ്റ്യൂട്ട് പോകുമ്പോൾ എസ് പ്ലസ് 1 കട്ടായി പോകും. എസ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ വെൻ എസ് ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 2 ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു 1 സ്ക്വയർ. സോ യുവർ ആൻസർ വിൽ ബി -2. ദെൻ സി എങ്ങനെ കിട്ടും, ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ വെൻ എസ് ഈക്വൽ ടു -2 ആണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 2 ഇൻറ്റു അല്ലെങ്കിൽ 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 വെൻ എസ് ഈക്വൽ ടു -2. ഓക്കെ, ദെൻ 2 ഡിവൈഡഡ് ബൈ -2 ഇൻറ്റു -1. സോ യുവർ ആൻസർ വിൽ ബി 1. ഓക്കെ, ദെൻ ഡി ഈസ് ഈക്വൽ ടു ഡി കാണുന്നതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇറ്റ് വിൽ ബി ഡി ബൈ ഡി എസ് ഓഫ്
ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അപ്പുറത്തൊന്ന് മാറ്റി എഴുതാം. സോ ഡി വിൽ ബി ഈക്വൽ ടു ഡി ബൈ ഡി എസ് ഓഫ് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ആണ് നമുക്ക് ആ ഡിഫറൻഷ്യൽ ചെയ്താൽ വരിക. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു -2 ഇൻറ്റു 2s പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇങ്ങനെയാണ് വരിക കേട്ടോ, വിത്ത് എസ് ഈക്വൽ ടു -2. അപ്പോൾ നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആസ് -2 ഇൻറ്റു 2 ഇൻറ്റു -2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -2ൻ്റെ സ്ക്വയർ -2 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ യുവർ ആൻസർ വിൽ ബി എത്ര വരും? -4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -3 -6 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 4 അല്ലേ, 6/4 എന്ന് 3/2. സോ ആൻസർ വിൽ ബി 1.5. ഓക്കെ, അങ്ങനെ എ വിയും ബിയും സിയും ഡിയും ഒക്കെ കിട്ടി. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ലുക്ക് ലൈക്ക് 0.5/s -2/s പ്ലസ് 1 അല്ലേ, 0.5 2 തന്നെയല്ലേ, -2 പ്ലസ് 1 അല്ലേ, 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1.5/s പ്ലസ് 2. ക്ലിയർ? ഈ ഒരു തരത്തിൽ വേണം നമ്മളതിനെ അനലൈസ് ചെയ്യാൻ. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ഇമ്പോർട്ടൻ്റ് ആണ്, കേസ് 3. അതായത് വെൻ യുവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഹാസ് കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ്. ഓക്കെ, കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ് വന്നാലുള്ള അവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. ഓക്കെ, കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യുവർ ടി ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് P1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി. ഇതാണ് കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ അനാലിസിസിൽ മാറ്റമൊന്നുമില്ല. യു ഹാവ് ടു ടേക്ക് എ ഡിവൈഡ് ബൈ എസ് പ്ലസ് B1 പ്ലസ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി എന്നുള്ള കാര്യത്തിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് P1 വിത്ത് എസ് ഈക്വൽ ടു -P1. എ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ബിയിലും സിയിലും ചെറിയൊരു സ്പ്ലിറ്റപ്പ് നടത്തേണ്ടി വരും. കാരണം ബിയും സിയും കാണണ്ടേ, നമുക്ക് ഇവിടെ രണ്ടെണ്ണം കാണണ്ടേ, ബിയും കാണണം സിയും കാണണം. അപ്പോൾ ബിയും സിയും കാണാൻ വേണ്ടി ചെറിയൊരു മാറ്റമുണ്ട്. അതായത് നമ്മൾ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് P1 പ്ലസ് ബി എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി. നമ്മളതിനെ രണ്ട് തരത്തിൽ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് എഴുതിയാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു കാര്യത്തിലുള്ള കൺക്ലൂഷൻ. ഓക്കെ, നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ടി ഓഫ് എസ് ഈക്വൽ ടു 1/s പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1. അപ്പം നമ്മളിതിനെ മാറ്റി എഴുതും എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 പ്ലസ് ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1. ഓക്കെ, ഇതിൽ എ നമ്മൾക്ക് സാധാരണ പോലെ കിട്ടും. കാരണം നമ്മുടെ എ എന്ന് പറയുന്നത് എന്താണ്, ടി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 2 വിത്ത് എസ് ഈക്വൽ ടു എന്ത് ചെയ്യേണ്ടി വരും, -2 അല്ലേ. അപ്പോൾ യുവർ ആൻസർ വിൽ ബി 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ -2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 -2 പ്ലസ് 1. സോ യുവർ ആൻസർ വിൽ ബി 2 പ്ലസ് 1 1/3 ആയിരിക്കും നമ്മുടെ എ. ഓക്കെ, പിന്നെ ഇതുപോലെ നമ്മൾ ബിയും സിയും സോൾവ് ചെയ്യണം. അപ്പോൾ ബിയും സിയും സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ യു ഹാവ് ടു ഇക്വേറ്റ്. ഓക്കെ, അതായത് 1/s പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1 ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് 2 പ്ലസ് ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1 എന്നല്ലേ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ മാത്രം എടുക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1 മാത്രം എടുത്താൽ മതി. സോ 1 ഈക്വൽ ടു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1 പ്ലസ് എസ് പ്ലസ് 2 ഇൻറ്റു ബി എസ് പ്ലസ് സി എന്ന് എടുക്കും.
അപ്പോൾ ഇവിടെ 1 മാത്രമേ ഉള്ളതുകൊണ്ടാണ് 1 എടുക്കുന്നത്. ഇനി അതിന് പകരം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കണം. ഇപ്പോൾ S+1 ആണെങ്കിൽ S+1 തന്നെ എടുക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം യു വിൽ ബി ഗെറ്റിംഗ് ഓക്കെ യു വിൽ ബി ഗെറ്റിംഗ് എൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് എൻ്റെ വാല്യൂ? 1/3 അല്ലേ. സോ 1/3 ഇൻറ്റു S² പ്ലസ് S+1 പ്ലസ് എസ് ഇൻറ്റു BS+C എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? BS² പ്ലസ് 2BS പ്ലസ് CS പ്ലസ് 2C ഇങ്ങനെയാണുള്ള ഇക്വേഷൻ വരിക അല്ലേ. ഇനി നമ്മൾ മാറ്റി എഴുതണം. അതിനെ എന്ത് ചെയ്യണം? S²/3 പ്ലസ് S/3 പ്ലസ് 1/3 പ്ലസ് BS² പ്ലസ് 2BS പ്ലസ് CS പ്ലസ് 2C. ഇതാണ് നമ്മുടെ 1 എന്നും പറഞ്ഞ് നമ്മൾ ഇക്വേഷൻ. ഓക്കെ, അതിന് നമ്മൾ ഓരോ കോഎഫിഷ്യൻസും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ S² ടേംസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ S² ടേംസിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടേമൊന്നും ഇല്ല, അതുകൊണ്ട് 0. ഓക്കെ, 0 = 1/3. ഇവിടെ 1/3 ഉണ്ട്, പിന്നെ ഇവിടെ ബിയും ഉണ്ട്. അപ്പോൾ 1/3 പ്ലസ് ബി. അങ്ങനെ നമുക്ക് ബി എന്ത് കിട്ടും? -1/3 എന്ന് കിട്ടും. നമുക്ക് ഓൾറെഡി 1/3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എസ് ടേമിന് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. എസ് ടേം ഇവിടെ ടേമൊന്നുമില്ല. സോ 0 = ഇപ്പുറത്ത് 1/3 പ്ലസ് ഇവിടെ എസ് ടേമിൽ ആരുണ്ട്? 2b. സോ 2b പ്ലസ് ഇവിടെ എസ് ടേമിൽ ആരുണ്ട്? സി ഉണ്ട് അല്ലേ. സോ യു വിൽ ബി ഗെറ്റിംഗ് സി ആസ് എത്ര കിട്ടും? -1/3 മൈനസ് 2b. അപ്പം -1/3 മൈനസ് 2 ഇൻറ്റു -1/3. സോ യുവർ ആൻസർ വിൽ ബി -1/3 പ്ലസ് 2/3. യുവർ ആൻസർ വിൽ ബി അഗെയിൻ 1/3. ഓക്കെ, അപ്പോൾ നമുക്ക് സിയും എത്ര കിട്ടി? 1/3 കിട്ടി. ഇനി നമ്മൾ കോൺസ്റ്റൻറ്റ് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, നമുക്കിത് 3 ടേമായി. കോൺസ്റ്റൻറ്റ് ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ എയും ബിയും സി അല്ലേ വേണ്ട. അപ്പോൾ എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുക കൊണ്ട്. ഓക്കെ, നമ്മൾ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുക. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു A/S അല്ലേ. A/S എന്ന് വെച്ചാൽ 1/3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് BS പ്ലസ് സി അല്ലേ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ -1/3 ഇൻറ്റു എസ് പ്ലസ് 1/3 ഡിവൈഡഡ് ബൈ S² പ്ലസ് S+1. ഓക്കെ, ഇനി ഇത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? റീഅറേഞ്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയ പോലെ ഒന്ന് എഴുതണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഓർക്കുന്നില്ല. അതായത് A/P1 പ്ലസ് BS/S² പ്ലസ് BS പ്ലസ് C പ്ലസ് C ഡിവൈഡഡ് ബൈ S² പ്ലസ് BS പ്ലസ് C എന്നായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എഴുതേണ്ടി വരും. സോ യുവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 1/3s മൈനസ് ബിക്ക് പകരം 1/3 തന്നെ, ബിക്ക് പകരം -1/3 ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ S² പ്ലസ് S+1 ദെൻ പ്ലസ് 1/3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ S² പ്ലസ് S+1. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇതൊക്കെ പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ എന്തായാലും നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ വരും. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ വരുമ്പോൾ ഡൗട്ട് വരരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതും ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എന്ത് ചെയ്തത് എടുത്തത്. ഓക്കെ, അപ്പോൾ ആ 2 കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം, സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഒക്കെയാണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് നോക്കാം. ഓക്കെ, സെക്കൻഡ് ഓർഡർ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് നമുക്ക് നോക്കാം. ഓക്കെ, റെസ്പോൺസ് ഓഫ് യുവർ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിനുള്ള ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിനുള്ള റെസ്പോൺസ് നമുക്ക് എങ്ങനെ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അറിയേണ്ടത് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിനുള്ള ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം
ആണ് നമ്മൾ അറിയേണ്ടത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്കറിയാം ടി ഓഫ് എസ്. ഓക്കെ, ടി ഓഫ് എസിന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസിന് എഴുതാം. കാരണം നമ്മൾ ഇൻപുട്ടും കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്നാണ് എഴുതേണ്ടത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ടി എസ് എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് യൂണിറ്റ് സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ ഇൻപുട്ട് എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇൻപുട്ട് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ്. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ ആർ ഓഫ് ടി എന്ന് പറയുന്നത് 1ഉം അറ്റ് ദ സെയിം ടൈം ആർ ഓഫ് എസ് എന്തായിരുന്നു? 1/s ആയിരുന്നു. നമ്മൾ കണ്ടതാണ് അല്ലേ? യൂണിറ്റ് സ്റ്റെപ്പിന് നമ്മുടെ ഇൻപുട്ട് 1 ആണ്. അപ്പോൾ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/s ആയിരിക്കും. ഓക്കെ, അപ്പോൾ റെസ്പോൺസ് ഇൻ എസ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സി ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻറ്റു 1/1 പ്ലസ് ടി എസ്. ഓക്കെ, ആർ ഓഫ് എസ് നമ്മൾ അറിയാം എത്രയാണ്? 1/s ആണ്. സോ 1/s ഇൻറ്റു 1 പ്ലസ് ടി എസ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇങ്ങനത്തെ ഘട്ടത്തിൽ വരുമ്പോഴാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഇങ്ങനത്തെ ഘട്ടത്തിലാണ് വരിക. ഓക്കെ, അതുകൊണ്ടാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം. അതായത് 1/s ഇൻറ്റു നമ്മൾ ഇതിനകത്ത് ടീനെ പുറത്തെടുക്കുക. അപ്പം ടി ഇൻറ്റു 1/t പ്ലസ് എസ് എന്ന് എഴുതുക. ഓക്കെ, then it will be equal to ഇവിടെ ഒരു ടി ഉണ്ടല്ലോ 1/t, അതിന് മുകളിലേക്ക് എടുക്കുക. അപ്പോൾ 1/t ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1/t. ഇങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് ഏത് ഫോർമാറ്റിൽ വരുള്ളൂ? നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ സൊല്യൂഷൻ്റെ ഫോർമാറ്റിലേക്ക് വരുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ അനാലിസിസിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം? കിട്ടണം. എന്നാൽ മാത്രമേ പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ സി ഓഫ് എസ് എന്ന് പറയുന്നത് 1/t ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1/t എന്നുള്ള രൂപത്തിലാണ് ഉള്ളത്. ഓക്കെ, ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? a/s പ്ലസ് b ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/t എന്ന് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ശരിയല്ലേ? കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഈ 1/t കോൺസ്റ്റൻ്റ് വെച്ച് നമുക്ക് എയും ബിയും സിയും ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവിടുത്തെ സ്റ്റെപ്പ്, കൺവേർഷൻ. അതുകൊണ്ടാണ് നമ്മളെ പാർഷ്യൽ ഫ്രാക്ഷൻ ആദ്യം എടുത്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് എ എങ്ങനെ കിട്ടും? എ കിട്ടാൻ പണിയൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? നമ്മൾ സി ഓഫ് എസ് ഇൻറ്റു എസ് ചെയ്താൽ മതി. വെൻ എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? എസ് 0 കൊടുക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ എസ് 0 കൊടുക്കുമ്പോൾ സി ഓഫ് എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/t ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1/t ഇൻറ്റു എസ് വെൻ എസ് ഈക്വൽ ടു 0. അപ്പോൾ എസും കട്ടാവും. Your answer will be 1/t divided by s plus 1/t. Okay, so s 0 substitute ചെയ്യുമ്പോൾ 1/t cut ആവും. Your answer will be 1. Okay, next b obtain ചെയ്യണം. ബിയും ഇതുപോലെ തന്നെയാണ് ഒപ്റ്റെയിൻ ചെയ്യുക. സോ സി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1/t വിത്ത് എസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? -1/t ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സി ഓഫ് എസ് എന്ന് പറയുന്നത് 1/t ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1/t ഇൻറ്റു എസ് പ്ലസ് 1/t ആണ് വിത്ത് എസ് ഈക്വൽ ടു -1/t. നമ്മൾ ഈ എസ് പ്ലസ് 1/t കട്ടാവും. പിന്നെ എന്ത് വരും? 1/t ഡിവൈഡഡ് ബൈ എസ് എന്ന് വരും. ഈ 1/t ഡിവൈഡഡ് ബൈ എസ്സിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ -1/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടിയും കട്ടാവും. ആൻസർ വിൽ ബി -1. അങ്ങനെ നമുക്ക് A1ഉം ബി എന്തും കിട്ടി? -1ഉം കിട്ടി. ശരിയാണല്ലോ? ആ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സി ഓഫ് എസ് എന്നും പറഞ്ഞ നേരത്തെ എഴുതിയിരുന്നില്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉണ്ടാ a/s പ്ലസ് ബി ബൈ എഴുതിയിട്ടില്ല. അപ്പോൾ a/s പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/t എന്നുള്ള സ്ഥലത്തേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1/s മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/t എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സി ഓഫ് എസ്. ഓക്കെ, ഈ സി ഓഫ് എസ് കാണലാണ് അനാലിസിസിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ സി ഓഫ് എസ് കണ്ടാൽ മാത്രമേ നമുക്ക് സി ഓഫ് ടിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ റെസ്പോൺസ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇനീഷ്യലി നമ്മൾ റെസ്പോൺസ് ഇത് അറിയേണ്ട കാര്യമുള്ളൂ. ജസ്റ്റ് ഇത് ലാസ്റ്റ് നമ്മൾ ഫൈനൽ ആൻസർ കാണേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്പോൺസ് ഇൻ ടൈം ഡൊമെയിനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് റെസ്പോൺസ് ഇൻ ടൈം ഡൊമെയിൻ കണ്ടുപിടിക്കലാണ്. റെസ്പോൺസ് ഇൻ ടൈം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സി ഓഫ് ടി ആണല്ലേ? അപ്പോൾ സി ഓഫ് ടി വിൽ ബി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് സി ഓഫ് എസ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ആൻസർ എൽ ഇൻവേഴ്സ് ഓഫ് 1/s
മൈനസ് 1/s പ്ലസ് 1/t ആണ്. ഇനി നമുക്ക് ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്നതല്ലേ അല്ലേ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് L ഇൻവേഴ്സ് കാണാൻ പണിയൊന്നുമില്ല. കാരണം 1/sൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ആണ് എത്ര 1, കാരണം L of 1 ആണ് എന്ത് 1/s അല്ലേ. സിമിലർലി 1/s പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1/t എന്തായിരിക്കും, നമ്മൾ പഠിച്ചിട്ടില്ലേ, e raised to minus at എന്ന് പറഞ്ഞാൽ എന്താ 1/s പ്ലസ് a, ശരിയല്ലേ. അപ്പം എസ് പ്ലസ് എ എന്നുള്ള സാധനമാണ്, അല്ലെങ്കിൽ L ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി e raised to minus at. ഓക്കെ, ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/t ആണ് അല്ലേ. അപ്പം അത് പ്രകാരം യുവർ ആൻസർ വിൽ ബി മൈനസ് ഓഫ് e raised to minus 1/t into t. Okay, thus your C of t will be equal to 1 minus e raised to minus t/t. ഇതാണ് നമ്മളുടെ റെസ്പോൺസിൻ്റെ ആൻസർ. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ റെസ്പോൺസ് ഇൻ യുവർ ടൈം ഡൊമൈൻ ഇൻ യുവർ വിച്ച് ഓർഡർ, ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ആൻസർ. ഓക്കെ, ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കുക. എന്താണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 1 divided by 1 plus ts. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ആലോചിച്ച് വയ്ക്കുക. ഇറ്റ് ഈസ് 1 മൈനസ് e raised to minus t/t. ഇനി നിങ്ങളത് ചെയ്യണമെന്നില്ല, ഇത് പഠിച്ചാൽ മതിയാവും. ഓക്കെ, സോ ഇറ്റ് ഈസ് 1 മൈനസ് e raised to minus t/t ആണ് നമ്മുടെ അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഈ റെസ്പോൺസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. t equal to 0 കൊടുക്കുന്നു. അപ്പോൾ C of t will be 1 minus e raised to 0, it will be 0. then t equal to 1t കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് C of t എന്ന് പറഞ്ഞാൽ 1 minus e raised to minus 1 എന്ന് വരും. യുവർ ആൻസർ വിൽ 0.632. then t equal to 2t കൊടുക്കുന്നു. അപ്പം C of t will be 1 minus e raised to minus 2t minus 2, ആൻസർ വിൽ 0.65. ഇതുപോലെ നമ്മൾ കുറേ വാല്യൂസ് ഇട്ട് കൊടുത്ത് t ഇൻഫിനിറ്റി കൊടുക്കുന്നു. അപ്പോൾ യുവർ C of t will be equal to 1 minus e raised to minus infinity. യുവർ ആൻസർ വിൽ ബി 1. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിനെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ നോക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ്, നമ്മൾ ഈ സാധനത്തിന് ഒരു ഗ്രാഫ് രൂപത്തിലാക്കി നോക്കുമ്പോൾ നമ്മൾ t കൊടുക്കുന്നു. ഇവിടെ എന്താണ് C of t ആണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെ 0 ആണ്, ഇവിടെ t, ഇത് 2t, ഇത് 3t, ഇത് 4t. ഓരോ ടൈമിൽ നമ്മളിങ്ങനെ കൊടുക്കുവാണ്. ഓക്കെ, അപ്പം 0-ൽ നമുക്ക് 0 തന്നെ കിട്ടി. ടിയിൽ നമുക്ക് എത്ര കിട്ടി, അതായത് 1t നമുക്ക് എത്ര കിട്ടി, 0.632. 3.2-ൽ നമുക്ക് എത്ര കിട്ടി, സോറി 2t-ൽ 0.865. 3t-ൽ യു വിൽ ബി ഗെറ്റിംഗ് അനദർ വാല്യൂ. ദെൻ അങ്ങനെ പോയി ഇവിടെ ഒരു ഇൻഫിനിറ്റിയിൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ ആസ് 1. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ, അല്ലെങ്കിൽ സോറി എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, അപ്പം ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. നമ്മൾ R of t 1, ഇവിടെ 1 അല്ല, ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ്. ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് നമ്മളൊരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് ഇതാണ്. ഇങ്ങനെ റെസ്പോൺസ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഇക്വേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇത് അല്ലേ, നമ്മൾക്കിപ്പോൾ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക്, അതായത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് കൊടുത്താലുള്ള റെസ്പോൺസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ സമയത്തുള്ള ഇക്വേഷനുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിലുള്ള ക്യാപിറ്റൽ ടീനെയാണ് നമ്മൾ ടൈം കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ അനലൈസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/1 plus ts ആണെന്നുള്ള കാര്യം ഓർക്കുക. സിമിലർലി ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് കൊടുത്താലുള്ള റെസ്പോൺസും നമ്മൾ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ച സാധനമാണിത്. അതിൻ്റെ ഗ്രാഫാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡീൽ ചെയ്യാനുള്ളത്, ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം. നമ്മൾ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ അനാലിസിസ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ വേണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ
ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റമാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് ഓർഡർ സിസ്റ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാണാം. സോ വി വിൽ ബി സീയിങ് ഇൻ യുവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ച പാർഷ്യൽ ഫ്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഇമ്പോർട്ടൻറ്റ് 3 സെക്ഷൻസ് ആണ് നമ്മൾ നോക്കിയത്. നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.